നമസ്കാരം. ഹോളിവുഡ് സിനിമകളെയും ത്രില്ലർ നോവലുകളെയും വെല്ലുന്നൊരു കഥയാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പുറത്തു വരുന്നത്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും ചിരി വന്നേക്കാം, പക്ഷേ സംഭവം സീരിയസ് ആണ്. ലോകരാജ്യങ്ങൾ കണ്ണും നട്ടിരിക്കുന്ന ഈ നിർണായക മേഖലയിൽ ഇറാന്റെ കമിക്കാസെ ഡോൾഫിനുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടാൻ ഒരുങ്ങുന്നുവത്രേ. ഒരു ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററിലെ വില്ലനെ പോലെ ഈ കടൽ പോരാളികൾ രംഗത്തിറങ്ങുന്നത് ട്രംപിന്റെ പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കത്തിനുള്ള മറുപടിയായാണ്. സാധാരണയായി നാവിക നീന്തൽക്കാരെ രക്ഷിക്കാനും ശത്രു മുങ്ങൽ വിദഗ്ധരെ തുരത്താനും മൈനുകൾ കണ്ടെത്താനുമൊക്കെയാണ് പരിശീലനം ലഭിച്ച സമുദ്ര സസ്തനികളെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇറാൻ ചെയ്യുന്നത് ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ്. ഈ ഡോൾഫിനുകളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് US കപ്പലുകൾക്കെതിരെ ഉപയോഗിക്കാനാണത്രേ പദ്ധതി. 2000-ൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് 27 ഡോൾഫിനുകളെയും പരിശീലന ഉപകരണങ്ങളും ഇറാൻ സ്വന്തമാക്കിയിരുന്നു. അന്ന് തുടങ്ങിയ പരിശീലനം ഇപ്പോൾ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പതാക വഹിച്ച കപ്പലുകൾക്ക് US യുദ്ധക്കപ്പലുകൾ അകമ്പടി സേവിച്ച് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കാനുള്ള ദൗത്യത്തിലാണ്. പെന്റഗൺ ഈ റിപ്പോർട്ടുകൾ അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കടലിടുക്കിലെ ചെറിയ ബോട്ടുകളെയും ഡ്രോണുകളെയും നേരിടാൻ US നേവി സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെ ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ സ്ഫോടനം ഇറാന്റെ ഇത്തരം അണ്ടർ വാട്ടർ ആയുധങ്ങളുടെ പരീക്ഷണമാണോ എന്നും സംശയമുയരുന്നു. എന്തായാലും കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകൾ മുറിക്കാനും അന്തർവാഹിനികൾ വിന്യസിക്കാനും ഇറാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം പുറത്തു വന്നിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് പശ്ചിമേഷ്യയിലുള്ള US-ന്റെ 228 സൈനിക സൗകര്യങ്ങളോ യുദ്ധോപകരണങ്ങളോ ഇറാൻ ആക്രമണങ്ങളിൽ തകർന്നെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാങ്ങറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോസ്, യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ളവയാണ് തകർന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതിലും വലുതാണ് യുദ്ധത്തിൽ US-നു നേരെ ഉണ്ടായ നാശനഷ്ടമെന്ന് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിന് US നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളെ യൂറോപ്യൻ യൂണിയന്റെ ഉപഗ്രഹ സംവിധാനമായ കോപ്പർനിക്കസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം നടത്തിയ വിശകലനമാണ് പോസ്റ്റ് പുറത്തുവിട്ടത്. ഇത് പ്രകാരം മേഖലയിലെ 15 സൈനിക താവളങ്ങളിലായി 215 കെട്ടിടങ്ങൾക്കും 11 യുദ്ധോപകരണങ്ങൾക്കും കേടുപറ്റുകയോ തകരുകയോ ചെയ്തു. ഇറാൻ ആക്രമണങ്ങൾ കൃത്യതയുള്ളതായിരുന്നുവെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താത്ത ആക്രമണങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനം കണ്ടെന്നും ചിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കടൽ നീക്കം ഇറാൻ നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് എന്ന കാര്യത്തിൽ ഇനിയും വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്.